ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഫീൽ ചെയ്ത് ഭയങ്കര ലോ ആയിട്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യും ധ്യാൻ ശ്രീനിവാസൻ ഇൻ്റർവ്യൂ. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത് ശ്രീനിവാസൻസ് ഇൻ്റർവ്യൂ എന്നാണ്. കാരണം ശ്രീനിവാസൻ സാറിൻ്റെ നർമ്മം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇവൻ സംസാരിക്കാൻ ക്ലാരിറ്റി കുറഞ്ഞിരുന്ന സമയത്ത് പോലും അദ്ദേഹം സംസാരിക്കുന്ന കൗണ്ടേഴ്സിൻ്റെ അത്രയൊന്നും ചിലപ്പോൾ ധ്യാനിന് പറയാൻ അത്രയ്ക്കും ഇത് പറയാൻ കഴിയാറില്ല. പക്ഷേ ധ്യാൻ എൻ്റെ വലിയൊരു എന്താ പറയുക, എൻ്റെ മാത്രമല്ല ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്ററാണ് ധ്യാൻ. സോ ഏറ്റവും കൂടുതൽ ധ്യാനിനോട് എല്ലാവർക്കും തോന്നുന്ന കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടും ഓപ്പണായിട്ടും സംസാരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയുള്ള ധ്യാൻ ഇന്ന് പബ്ലിക്കായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം CM ആകുമ്പോൾ പേടിക്കേണ്ട ധ്യാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ധ്യാൻ? ഇൻവിറ്റേഷനോടുകൂടി എനിക്ക് വരാൻ കഴിയുള്ളൂ. ഞാൻ എന്നെ മറക്കില്ല. അത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ഞാൻ ആ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ ധ്യാൻ. അപ്പം എന്തായാലും അങ്ങനെ ധ്യാൻ CM ആകുന്ന ആ നല്ല ദിവസം ചാരിറ്റിയൊക്കെ ഒരുപാട് ചെയ്ത് CM ആകുന്ന ആ നല്ല നാളേക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സിനിമയിൽ ഒന്നിച്ചഭിനയിച്ച് ചാരിറ്റി ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള പൈസ ഗഫൂർക്കയ്ക്ക് വാങ്ങിക്കൊടുക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.